നിലമ്പൂരിൽ മത്സര ചിത്രം തെളിയുന്നു. എം സ്വരാജ് ഇടതു സ്ഥാനാർത്ഥി. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. ഒരു പകല് കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി PV അൻവർ. UDF തീരുമാനത്തിനായി ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്ന് അൻവർ. മാന്യമായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും പ്രതികരണം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ എറണാകുളം, തൃശൂർ ജില്ലകൾക്ക് റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീവ്ര ന്യൂനമർദ്ദം ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. എറണാകുളത്ത് മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീക്ക് ദാരുണാന്ത്യം. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കണ്ണൂരും മലപ്പുറത്തും എറണാകുളത്തും തിരുവനന്തപുരത്തുമായി 5 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ആലപ്പുഴ കോടംതുരുത്തിൽ വീടിന്റെ ഭിത്തി തകർന്ന ഗർഭിണിക്ക് പരിക്ക്. കോട്ടയം വൈക്കത്ത് 700-ലധികം വീടുകൾ വെള്ളത്തിൽ. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കണ്ണൂരിൽ കുപ്പത്തും കൊട്ടിയൂർ പാൽച്ചുരം റോഡിലും മണ്ണിടിച്ചിൽ. കുപ്പത്ത് മണ്ണിടിയുന്നത് ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്ത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. ദേശീയപാതയിലും മലയോര ഹൈവേ നന്താരപ്പദവ് ചേവാർ റൂട്ടിലും ഗതാഗതത്തിന് നിരോധനം. കർണാടക ഉള്ളാലിൽ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പെൻഷൻ ആനുകൂല്യം തടഞ്ഞതിനെതിരായ ഹർജിയിൽ മുൻ KTUVC സിസ തോമസിന് ആശ്വാസം. ആനുകൂല്യങ്ങൾ ഉടൻ നൽകാൻ ഉത്തരവിട്ട ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം മുഴുവൻ ആനുകൂല്യങ്ങളും നൽകണം. അന്വേഷണത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ തടയുന്നത് ശരിയല്ലെന്ന് സർക്കാരിനോട് കോടതി. കോഴിക്കോട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ വിജിലൻസിന്റെ റെയ്ഡ്. പരിശോധന സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ MS ദിലീപിന്റെ വീട്ടിൽ. റെയ്ഡ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ. ദിലീപിന്റെ വയനാട്ടിലെയും കോഴിക്കോട്ടെയും വീട്ടിലും. വയനാട് മേപ്പാടി പുഴമൂലയിൽ പുലി വളർത്തുനായയെ കൊന്നു. 10 ദിവസത്തിനിടെ പുലിക്കിരയായത് 4 ആടുകളും 1 വളർത്തുനായയും. പ്രദേശത്ത് വനം വകുപ്പിന്റെ പരിശോധന. മലപ്പുറം കാളികാവിൽ കടുവയെ പിടികൂടാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം പൂക്കോട്ടും പാടത്ത് വളർത്തുനായകളെ കടിച്ചു കൊന്ന പുലി. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇറങ്ങിയ പുലിക്കായി ഇന്ന് കൂട് സ്ഥാപിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം തുടരുന്നു. പൊതുസുരക്ഷാ അവലോകനം ചെയ്യാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. പാക് ഷെല്ലാക്രമണത്തിൽ തകർന്നവരുടെ വീടുകൾ സന്ദർശിക്കും. INS വിക്രാന്തിലെ നാവികരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കൂടിക്കാഴ്ചയും ഇന്ന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ഇറക്കുമതി തീരുവ നടപടികൾ വിലക്കിയ US ഫെഡറൽ കോടതി ഉത്തരവിന് താൽക്കാലിക സ്റ്റേ. ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത് അപ്പീൽ കോടതി. കേസ് ജൂൺ 9-ന് വീണ്ടും പരിഗണിക്കും. IPL കിരീടത്തിലേക്ക് അടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തകർത്ത് RCB ഫൈനലിൽ. എലിമിനേറ്ററിൽ മുംബൈയും ഗുജറാത്തും ഇന്ന് നേർക്കുനേർ.